ഹലോ കൂട്ടുകാരെ, നമ്മൾ SSLC കെമിസ്ട്രി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത കുറച്ച് ലോസ് പഠിക്കാം. ബോയിൽ നിയമം. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അപ്പോൾ ബോയിൽസ് നിയമം, ബോയിൽസ് ലോ എന്ന് പറയുന്നത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ്, ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ, മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമ്പോൾ അവിടെ താപനില സ്ഥിരമായിരിക്കും. അതാണ് ബോയിൽ നിയമം, ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ PV ഈക്വൽ എ കോൺസ്റ്റൻ്റ് എന്ന് വരും ഇക്വേഷൻ. PV ഈക്വൽ a constant. PV ഒരു സ്ഥിര സംഖ്യയായിരിക്കും. നമ്മളിവിടെ ഇരുന്ന് P എന്ന് പറയുന്നത് മർദ്ദം, പ്രഷർ, V വ്യാപ്തം, വോളിയമാണ്. അപ്പോൾ P × V, PV ഒരു സ്ഥിര സംഖ്യയായിരിക്കും. PV ഈക്വൽ എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഇക്വേഷൻസ് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ മെയിൻ ഇക്വേഷൻ. P1 V1 = P2 V2. പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ വോളിയം V1 ഉം V2 ഉം തന്നിട്ടുണ്ടെങ്കിൽ P2 കണ്ടുപിടിക്കാൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? P2 ഈക്വൽ P1 V1/V2 എന്ന് വരും. അപ്പോൾ ഏതിൻ്റെ ആയാലും റീഅറേഞ്ച് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. P1 V1 = P2 V2. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സൈസ് ഓഫ് ദി എയർ ബബിൾസ് റൈസിങ് ഫ്രം ദി ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദി റീസൺ? ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കുക. അപ്പോൾ ഇതിന് റിലേറ്റ് ചെയ്ത ലോ ഏതാണ്? ബോയിൽസ് നിയമമാണ്, ബോയിൽസ് ലോ ആണ്. അത് എഴുതി വെക്കണം, ശ്രദ്ധിച്ചോണം. ഈ അക്വേറിയത്തിൻ്റെ കേസിൽ വരുന്ന നിയമം ഏതാണ്? ബോയിൽസ് ലോ ആണ്, ബോയിൽ നിയമമാണ്. അപ്പോൾ എന്താണ്? വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും തോറും എന്താണ്? മർദ്ദം കൂടി വരികയാണ്. മർദ്ദം കൂടി വരികയാണ്. മർദ്ദം കൂടി വരുമ്പോൾ എന്താണ്? വോളിയം, വ്യാപ്തം എന്ത് ചെയ്യും? കുറയും. അല്ലേ, നമ്മൾ പഠിച്ചു. ഇവിടെ വോളിയവും അതുപോലെ തന്നെ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ താഴോട്ട് പോകും തോറും പ്രഷർ കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പോൾ പ്രഷർ കൂടിക്കൂടി വരുമ്പോൾ അവിടെ വോളിയം എന്ത് ചെയ്യും? കുറയും. വോളിയം കുറയും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ബബിളിൻ്റെ അല്ലെങ്കിൽ വായുകുമിളയുടെ സൈസ് കുറയും. ഇനി അത് മുകളിലോട്ട് വരും തോറും മർദ്ദം കുറഞ്ഞു വരുന്നു. മർദ്ദം കുറഞ്ഞു വരുമ്പോൾ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കൂടി വരുന്നു. അപ്പോൾ ഇതിന് ഏത് ലോയ്ക്ക് റിലേറ്റഡ് ആണ്? ബോയിൽസ് നിയമത്തിന് റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു അക്വേറിയത്തിൻ്റെ താഴേക്ക് പോകും തോറും മർദ്ദം കൂടി വരുന്നു. മർദ്ദം കൂടുമ്പോൾ വായു കുമിളയുടെ അല്ലെങ്കിൽ എയർ ബബിളിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു. അത് മുകളിലോട്ട് വരും തോറും മർദ്ദം കുറഞ്ഞു വരുന്നതിനാൽ വായു കുമിളയുടെ അല്ലെങ്കിൽ എയർ ബബിളിൻ്റെ സൈസ് കൂടി വരുന്നു. ഇതാണ് അതിൻ്റെ കാരണം. അടുത്തത് ചാൾസ് നിയമം, ചാൾസ് ലോ. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദി വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഇഫ് V is the volume and T the temperature, then V/T will be a constant. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഇവിടെ ആരാണ് കോൺസ്റ്റൻറ്റ്? സ്ഥിരമായിരിക്കുന്നത് പ്രഷറാണ്, മർദ്ദമാണ്. അപ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. വോളിയവും ടെമ്പറേച്ചർ, താപനില ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, നേർ അനുപാതത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വരും? V/T ഈക്വൽ എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ V/T ഒരു സ്ഥിര സംഖ്യയായിരിക്കും. V/T ഈക്വൽ എ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ V/T ഒരു സ്ഥിര സംഖ്യയായിരിക്കും. V വ്യാപ്തം, T ടെമ്പറേച്ചർ, താപനില. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് വിൽ ബ്രസ്റ്റ്. വാട്ട് മേ ബി ദി റീസൺ ഫോർ ദിസ്? വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു. കാരണം എന്തായിരിക്കും? കാരണം വായു നിറച്ച ബലൂൺ നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ കൂടുന്നു, അല്ലേ? താപനില വർദ്ധിക്കുന്നു.
താപനില വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വോളിയം, വ്യാപ്തവും വർദ്ധിക്കുന്നു. അപ്പോൾ ബലൂണിൻ്റെ സൈസ് കൂടുന്നു. അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്തോറും വോളിയം, വ്യാപ്തവും കൂടുന്നു. അങ്ങനെയാണ് വായു നിറച്ച ബലൂൺ നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ അത് പൊട്ടുന്നത്. അപ്പോൾ ഇത് ഏത് ലോയ്ക്ക് റിലേറ്റഡ് ആണ്? ചാൾസ് നിയമം, ചാൾസ് ലോ, ഓർത്ത് വെച്ചോണം. അതുപോലെ തന്നെ വായു നിറച്ച ബലൂണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് എന്താ റീസൺ? ചാൾസ് നിയമം തന്നെയാണ് അത് പറയുന്നത്, അല്ലെങ്കിൽ ചാൾസ് ലോ ആണ്. എന്താണ്? ടെമ്പറേച്ചർ കുറയുന്നു അല്ലേ? ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അവിടെ എന്താണ്? ടെമ്പറേച്ചർ കുറയാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം, വ്യാപ്തവും കുറയുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ സൈസ് പിന്നീട് നോക്കുമ്പോൾ കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ V/T ഈക്വൽ എ കോൺസ്റ്റൻറ്റ്, V1 by T1 ഈക്വൽ V2 by T2, V2 by T2. ഈ ഇക്വേഷനും ഓർത്ത് വച്ചിരിക്കുക, 2/T2. അവഗാഡോസ് ലോയ്, അവഗാഡോ നിയമം, അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ദി വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 1 gram അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻23 ആറ്റംസ്. ഈ 6.022 × 10⁻23 ആറ്റംസിനെയാണ് അവഗാഡോ നമ്പർ. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ് Na എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 1 gram അറ്റോമിക മാസ് ഏത് മൂലം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23 ആയിരിക്കും. ഈ സംഖ്യ അവഗാഡോ സംഖ്യ എന്നറിയപ്പെടുന്നു. ഇതിനെ Na എന്ന് സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? ഇനി നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മാസ് ബൈ GAM ഓഫ് ദി എലമെൻറ്റ്. ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മാസ് ഗ്രാമിലെ ഡിവൈഡ് ബൈ മൂലകത്തിൻ്റെ GAM, ഗ്രാം അറ്റോമിക് മാസ് ചെയ്ത ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത മോളാർ വ്യാപ്തം, മോളാർ വോളിയം. 1 mole of any gas under the same conditions of temperature and pressure will contain the same number of molecules and hence their volume will also be the same. This is called molar volume of the gas. മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. അപ്പോൾ മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും, തുല്യമായതിനാൽ വ്യാപ്തവും വോളിയവും അവിടെ തുല്യമായിരിക്കും, സെയിം ആയിരിക്കും. ഇതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം, ദിസ് ഈസ് കോൾഡ് മോളാർ വോളിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 273 കെൽവിൻ ടെമ്പറേച്ചറിലും 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലും ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓർ STP എന്ന് പറയുന്നത്. 273 കെൽവിൻ താപനില, 1 atm മർദ്ദം എന്നിവയെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ STP എന്ന് വിളിക്കുന്നത്. അതായത് അറ്റ് STP 1 mole of any gas will occupy a volume of 22.4 liter. ദിസ് ഈസ് കോൾഡ് മോളാർ വോളിയം അറ്റ് STP എന്ന് പറയുന്നത്. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിൽ 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാകും. ഒരു മോളിൽ ഏതൊരു STP സ്ഥിതി ചെയ്യുന്ന വാതകമായാലും ഒരു മോളിൽ അതിൽ 22.4 ലിറ്റർ വ്യാപ്തം വോളിയം ഉണ്ടായിരിക്കും. ഇതാണ് നമ്മൾ STPയിലെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നത്, മോളാർ വോളിയം മറ്റ് STP എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റി ശ്രേണി എങ്ങനെയാണെന്ന് നോക്കാം. റിയാക്ടിവിറ്റി സീരീസ്, ക്രിയാശീല ശ്രേണി എങ്ങനെ നോക്കാം. ആദ്യം പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്. അപ്പോൾ ഇവരെല്ലാം ഡൈല്യൂട്ട് HCl-ലുമായിട്ട് നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ തരുന്നുണ്ട്. ആരൊക്കെ? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്. ഇനി ഡൈല്യൂട്ട് HCl-ലുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാത്തത്, ആദേശം ചെയ്യാത്ത ആരൊക്കെയാണ്? കോപ്പർ, സിൽവർ, ഗോൾഡ്. ഏറ്റവും അടിയിലുള്ള ഈ കോപ്പർ, സിൽവർ, ഗോൾഡ്, CuAgAu ഇവർ നേർപ്പിച്ച ആസിഡുമായി ഡൈല്യൂട്ട് HCl-ലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ ആദേശം ചെയ്യില്ല, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുകയില്ല.
അതുപോലെ തന്നെ CuSO4 സൊല്യൂഷൻ്റെ CuSO4 ലൈനിയുടെ നീല നിറത്തിന് ബ്ലൂ കളറിന് കാരണം ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് Cu2+ അയോൺസ് ആണ്. Cu2+ അയോണുകളാണ്. വെൻ ദി സിങ്ക് റോഡ് ഈസ് ഡിപ്പ്ഡ് ഇൻ CuSO4 സൊല്യൂഷൻ, സിങ്ക് ദണ്ട് നമ്മൾ CuSO4 ലൈനിൽ മുക്കി വെച്ചപ്പോൾ ലൈനിലുള്ള Cu2+ അയോണുകൾ, ദി Cu2+ അയോൺസ് ഇൻ ദി സൊല്യൂഷൻ ഗെറ്റ് ഡിപ്പോസിറ്റഡ് അറ്റ് ദി സിങ്ക് റോഡ്. ലൈനിലുള്ള Cu2+ അയോണുകൾ Cu ആറ്റങ്ങളായി സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിക്കുന്നു. സിങ്ക് റോഡ് ആ Cu ആറ്റംസ്. ഇത് കെമിക്കൽ റിയാക്ഷൻ, ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ്, രാസപ്രവർത്തനമാണ് ചൂടെ നൽകിയിരിക്കുന്നത്. Zn + CuSO4 gives ZnSO4 + Cu. ഇപ്പോൾ ബ്ലൂ കളറിന് കാരണം Cu2+ അയോൺസുകളാണ്. നമ്മളൊരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക്, കോപ്പർ സൾഫേറ്റ് ലൈനിലേക്ക് സിങ്ക് റോഡ് മുക്കി വെക്കുകയാണെങ്കിൽ അതിലുള്ള Cu2+ അയോണുകൾ സിങ്ക് റോഡിൽ കോപ്പർ ആറ്റങ്ങളായിട്ടാണ് സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിക്കുന്നത്. അതിൻ്റെ റിയാക്ഷനാണ് ഈ താഴെ തന്നിരിക്കുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് മെറ്റൽസ് ഹാവിങ് ഹൈ റിയാക്ടിവിറ്റി ഡിസ്പ്ലേസ് ദി മെറ്റൽ ഹാവിങ് ലെസ് റിയാക്ടിവിറ്റി ഫ്രം ദർ സാൾട്ട് സൊല്യൂഷൻ. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലൈനിൽ നിന്ന്, സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ആദേശം ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിച്ചതിനകത്ത് ഓക്സിഡേഷൻ റിഡക്ഷനും. അപ്പോൾ മെറ്റൽസ് വിത്ത് ഹയർ റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടിയ ലോഹത്തിനാണ് ഓക്സിഡൈസേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ലെസ്സർ ക്രിയാശീലം കുറഞ്ഞ മെറ്റൽ ലോഹത്തിനാണ് അവിടെ റിഡക്ഷൻ, നിരോക്സീകരണവും സംഭവിക്കുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എല്ലാം റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ആദേശ രാസപ്രവർത്തനങ്ങളെല്ലാം റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഓക്സീകരണം, നിരോക്സീകരണം, ഓക്സിഡേഷൻ റിഡക്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഏത് ലോഹത്തിനാണോ ഹയർ റിയാക്ടിവിറ്റി അവർക്കായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഏത് ലോഹത്തിന്, മെറ്റലിനാണോ ലെസ്സർ റിയാക്ടിവിറ്റി, ക്രിയാശീലം കുറഞ്ഞത്, അവർക്കായിരിക്കും റിഡക്ഷൻ, നിരോക്സീകരണം നടക്കുന്നത്. അത് നോക്കി വേണം നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷനും എഴുതാൻ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഇവിടെ എടുത്തിരിക്കുന്ന ലൈനിൽ ലെസ് റിയാക്റ്റീവായിട്ടുള്ള, ക്രിയാശീലം കുറവായിട്ടുള്ള ലോഹത്തെ വേണം നമ്മൾ ഈ സൊല്യൂഷൻ ലൈനിൽ എടുക്കാൻ. നമ്മൾ ഇതിനകത്ത് ഇടുന്ന റോഡ് അല്ലെങ്കിൽ ദണ്ടെന്ന് പറയുന്നത് റിയാക്ടിവിറ്റി കൂടിയ ആളും ആയിരിക്കണം, ക്രിയാശീലം കൂടിയ ആളും ആയിരിക്കണം. എന്നാലേ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇട്ടിരിക്കുന്ന ദണ്ട് അല്ലെങ്കിൽ റോഡ് എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്, ലൈനി എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്, കോപ്പർ സൾഫേറ്റ് ലൈനിയാണ്. അതുകൊണ്ടാണ് ഇത് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. കാരണം കോപ്പർ 2+ അയോണുകൾ ഉണ്ടായതുകൊണ്ടാണ് അതിൽ ബ്ലൂ നിറം അല്ലെങ്കിൽ നീല കളർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് നടക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും, ആദേശ രാസപ്രവർത്തനം നടക്കും. കാരണം മഗ്നീഷ്യത്തിനാണ് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടുതൽ. മഗ്നീഷ്യത്തിനാണ് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടുതൽ. അതുകൊണ്ട് ഇവിടെ ആദേശ രാസപ്രവർത്തനം നടക്കും. ഇനി ഇവിടെ നോക്കൂ, സിൽവറും കോപ്പർ സൾഫേറ്റുമാണ്. ദണ്ടായിട്ട് ഉപയോഗിച്ചത് സിൽവറാണ്. അപ്പോൾ സിൽവറിനേക്കാളും കൂടുതൽ ക്രിയാശീലം ആർക്കാണ് കൂടുതൽ? കോപ്പറിനാണ്. അപ്പോൾ ഇവിടെ ആദേശ രാസപ്രവർത്തനം നടക്കുമോ? ഇല്ല. അടുത്തത് മഗ്നീഷ്യവും ZnSO4 സൊല്യൂഷനും. മഗ്നീഷ്യത്തിനാണ് സിങ്കിനേക്കാളും ക്രിയാശീലം, റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ ഇവിടെ എന്തായാലും ആദേശ രാസപ്രവർത്തനം നടക്കും. ഇനി അടുത്ത മഗ്നീഷ്യം AgNO3. Agയെക്കാളും ക്രിയാശീലം കൂടുതൽ, റിയാക്ടിവിറ്റി കൂടുതൽ മഗ്നീഷ്യത്തിനാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം നടക്കും. ഇവിടെ അവസാനത്തേതിലാണെങ്കിൽ MgSO4 സൊല്യൂഷനും ദണ്ടെന്ന് പറയുന്നത് Cu ആണ്, കോപ്പറും ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കുമോ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം നടക്കുമോ? ഇല്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മഗ്നീഷ്യം ഇലക്ട്രോഡ് നമ്മൾ മഗ്നീഷ്യം SO4 സൊല്യൂഷനിൽ ലൈനിൽ മുക്കി വെക്കുകയാണെങ്കിലും അവിടെ റിയാക്ഷൻ നടക്കില്ല. നമ്മൾ സെയിം റോഡ് സെയിം സൊല്യൂഷനിൽ തന്നെ ലൈനിൽ തന്നെ മുക്കി വെക്കുകയാണെങ്കിലും അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം നടക്കുകയില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. താങ്ക്